ജീവിക്കുന്ന പല രംഗങ്ങളും മറന്നു പോകുന്ന ഒരു കാലഘട്ടം. കുറേ സമയങ്ങളായി അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ മനുഷ്യൻ്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടിട്ട് എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വളരെ വ്യക്തമാണ്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വളർന്നു വരുന്ന ചെറുപ്പത്തിനായാലും എല്ലാം സമ്പത്തിൻ്റെ മടിത്തട്ടിലേക്ക് വീഴുന്നതാണ് ഏറ്റവും വലിയ താല്പര്യം. എല്ലാവർക്കും പഠിച്ച് വലിയ ജോലി നേടണം, എല്ലാവർക്കും വലിയ വീടുണ്ടാവണം, കാറ് വേണം. ഈ ആഗ്രഹത്തിനും അപ്പുറം ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ പറ്റിയിട്ടോ പ്രകൃതിയുടെ താളനിലയങ്ങളെ പറ്റിയിട്ടോ എല്ലാം മറന്നു പോകുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവനന്തപുരം അമ്പലമുക്കിൽ ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റിൽ ഏകയായി താമസിക്കുന്ന ഒരു ടീച്ചറുണ്ട്, രമ ടീച്ചർ. ആലപ്പുഴ ജില്ലയിൽ താമസിച്ചിരുന്ന ടീച്ചർ ഇന്ന് തൻ്റെ ബന്ധുക്കളും കുട്ടികളെയും എല്ലാം മറന്ന് ഒറ്റയ്ക്ക് ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണ്. തൻ്റെ 2 മക്കളെയും നാം പഴമക്കാർ പറയുന്നത് പോലെ തന്നെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് വളരെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി. ഒടുവിൽ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകിയിട്ട് ഏറ്റവും വലിയ സിറ്റി, ഏറ്റവും വലിയ രാജ്യം അമേരിക്കയിലേക്ക് മക്കളെ ചേക്കേറിവിട്ടപ്പോൾ 2ാമത്തെ മകളുടെ പ്രസവത്തിന് ആയിയുടെ ജോലിയുമായിട്ടാണ് മാതാവിനെ വിളിക്കപ്പെടുന്നത്. ജോലി തൽക്കാലം മാറ്റിവെച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടി അമേരിക്കയിലേക്ക് യാത്രയായി. അമേരിക്കയിൽ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മുതൽ മക്കളെ കാണുന്നില്ല. 3/4 മണിക്കൂറിന് ശേഷം മൂത്ത മകൾ പരസ്പരം മല്ലടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് പ്രാഗി വലിച്ചെടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴും താമസിക്കാൻ എവിടെ താമസിക്കണമെന്നുള്ള ചോദിച്ചില്ല. 4.5 ഏക്കറിൽ അത്യാധുനിക വീട്ടിൽ താമസിക്കപ്പെടുന്നതായിരുന്നു ടീച്ചർ. 2 മക്കളെ വളർത്തി വലുതാക്കിയതിന് ശേഷം ഏത് വീട്ടിൽ താമസിക്കണമെന്ന് അമേരിക്കയിൽ ചെന്നപ്പോഴാണ് കൺഫ്യൂഷൻ വന്നത്. അതുവരെ ഒരു കൺഫ്യൂഷനും വന്നിരുന്നില്ല. ഒടുവിൽ 2ാമത്തെ മകൾ മൂത്ത മകളുമായിട്ടുള്ള സംഭാഷണം സ്വന്തം പിതാവ് കേൾക്കുന്നു. നീ പറഞ്ഞിട്ടല്ലേ വന്നത്, അല്ലെങ്കിൽ വരത്തില്ലായിരുന്നല്ലോ, നീയല്ലേ വിളിച്ചുകൊണ്ട് വന്നത്, ഇപ്പം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. 2 പേരുടെയും സംഭാഷണം മുറിയത് പിതാവ് കേൾക്കുന്നു. പിതാവ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ശ്രീധന്യ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന സംഭവമാണ്. ശ്രീധന്യ അപ്പാർട്ട്മെന്റ് അമ്പലമുക്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെടുന്നു. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള പ്രശ്നങ്ങളെല്ലാം എംബസി വഴിയെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴയിൽ സംസ്കരിക്കുന്നു. ഒടുവിൽ വീടുമെല്ലാം വിറ്റ് ടീച്ചർ ശ്രീധന്യയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. 2 പെൺമക്കളെ വളർത്തിയിട്ട് ഏറ്റവും ഒടുവിൽ ദുരിതമനുഭവിക്കുന്ന കഥ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ടീച്ചറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന എനിക്കറിയാം. ടീച്ചറോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഒറ്റയ്ക്കുള്ള താമസം ഇല്ല, ഇനി ഒരിക്കലും മടങ്ങില്ല. തൻ്റെ പ്രിയതമൻ്റെ മരണം തന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. മക്കളെ വളർത്തിയതിൻ്റെ ദുരിതം അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണോ നാം ജീവിക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നോക്കിയ മറ്റ് മക്കൾക്കെങ്ങാനും 10 രൂപ കാശ് കിട്ടിയാൽ പിന്നെ മാതാപിതാക്കൾ അനാഥാലയത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലേക്ക് ചേക്കേറുന്ന സംഭവം നമുക്ക് നിത്യേന കേൾക്കാം. നാം കാണുന്നു, കേൾക്കുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. മകന് ജോലി ലഭിക്കണം എന്ന് പറഞ്ഞ് വളരെ ആഗ്രഹത്തിൽ മാതാവ് മകനെ വളർത്തുന്നു. ആ മകൻ വിദേശത്ത് പോയി ഏറ്റവും നല്ല ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി കുടുംബം പുലർന്നു വരുന്ന സാഹചര്യത്തിൽ എല്ലാം രീതിയിലും തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ദിവസം വഴിയിൽ വെച്ച് കാറപകടത്തിൽ മകൻ മരണപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ മകന്റെ മൃതശരീരം വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് താടിയെല്ലാം കൂട്ടിക്കെട്ടി, നിങ്ങൾക്കറിയാം, വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ മകന്റെ മൃതശരീരം കാണുന്ന മാതാവിന്റെ അവസ്ഥ. അപ്പോൾ സ്വപ്നം കണ്ടാലും ഭരിക്കുന്നില്ല. ഏത് രീതിയിൽ മക്കളെ വളർത്തിയാലും ദുരിതമാകുന്നു. എല്ലാ രീതിയിലും തീരാ നഷ്ടത്തിന്റെ പാതയിലേക്ക് മനുഷ്യന്റെ വെട്ടിപ്പിടിക്കാനുള്ള ദുരിതത്തിന്റെ ഇടയിൽ സേവനം മറന്നുപോകുന്നു. നാം ജീവിക്കുന്ന രംഗത്ത് നമുക്ക് മനുഷ്യനോട് സേവനം ചെയ്യണം, സേവനം ചെയ്ത് മുമ്പോട്ട് പോകണം. ഇന്ന് കേൾക്കുന്ന എല്ലാം അക്രമങ്ങളുടെ വാർത്ത. ഏത് രീതിയിൽ നോക്കിയാലും നമ്മെ ചിന്തിപ്പിക്കുന്ന, നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും സമാധാനം എന്നൊരു വാർത്ത കാണാൻ സാധിക്കുന്നുണ്ടോ? പണ്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നത്രേ. തൻ്റെ പിതാവ് കടം വാങ്ങിച്ച പണം തിരികെ കൊടുക്കാതെ മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്നു.
എല്ലാ വാതിലുകളും പഴുതുകളിട്ടു, എല്ലാ ജനാലകളും കുറ്റിയിട്ടു. ഒടുവിൽ ആ പെൺകുട്ടിയെ തന്റെ ആവശ്യങ്ങൾക്കായി വിളിക്കുമ്പോൾ, നീ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? നീ കടന്നു വരൂ, നീ എന്തിനു പേടിക്കണം? ഇവിടെ ആരുമില്ലല്ലോ, എല്ലാ രീതിയിലും ഇരുട്ട് മാത്രമേ ഉള്ളൂ. പ്രകാശം കടന്നു വരുന്ന എല്ലാ വഴികളും ഞാൻ കുറ്റിയിട്ടു, എല്ലാ പഴുതുകളും ഞാൻ ഇട്ടു. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? നീ പണം തന്ന കാശ് തരേണ്ട, തന്റെ പിതാവ് മേടിച്ച പണം തിരികെ തരികേ വേണ്ട, നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ മാത്രം മതി. ആ പെൺകുട്ടി പറഞ്ഞത്രേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എല്ലാ വാതിലുകളും കുറ്റിയിട്ടു, എല്ലാ ജനലുകളും നിങ്ങൾ പഴുതുകളിട്ടു. പക്ഷേ എൻ്റെ മനസാക്ഷി ഉണ്ടല്ലോ, എല്ലാ പഴുതുകളിലും തിരിച്ച് അറിയപ്പെടുന്ന എൻ്റെ മനസാക്ഷിയും പ്രകൃതിയും സാക്ഷി നിർത്തി നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ കളങ്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്ന പണം എങ്ങനെയും തിരിച്ചു തരാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തിന്മയെ നിങ്ങൾക്കൊരു ദിവസം അതിൻ്റെ വില ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് അത് ഓർമ്മ വരാറേയില്ല. ജീവിതത്തിൽ പല രീതിയിലും പല തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ അപ്പോഴെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? ഇതിങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം നമുക്ക് അറവുശാലയിൽ ഒരു മൃഗത്തോട് കാണിക്കുന്ന ക്രൂരത നിങ്ങളെല്ലാം മിക്കവരും ആളുകളും കണ്ടു കാണും. ഫേസ്ബുക്കിൽ എടുത്ത് നോക്കൂ, ടിവിയിൽ ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും ചെയ്തു, ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്തു. ഒരു നാൽക്കാലിയുടെ മൂക്കിൽ 2 കയറിട്ടിട്ട് 2 പേര് പിടിച്ച് വലിഞ്ഞ് കെട്ടിവെച്ചിട്ട് നടുമധ്യഭാഗത്ത് നിന്നുകൊണ്ട് കൂടത്തിന് അതിന്റെ തലയിലേക്ക് അടിച്ചുകൊണ്ട് അതിനെ നിലത്തേക്ക് വീഴ്ത്തുന്ന ദയനീയ കാഴ്ച നാം എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടവരാണ്. ഇങ്ങനെ മാംസം തിന്നണമെന്ന് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ മാംസം കഴിക്കണോ? തിരുവനന്തപുരത്ത് ഇത്തരം രീതിയിൽ ഈ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്ന മനുഷ്യൻ. അപ്പൊ പിന്നെ മനുഷ്യരോട് കാണിക്കാത്തതിന് സിമ്പിൾ ഇല്ലേ? എന്തായാലും ആ മൃഗത്തിന്റെ തലയിൽ അടിക്കുന്ന അടി കൂടം കൊണ്ട് മനുഷ്യനെ അടിക്കേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത്. 3 പ്രാവശ്യം അടിക്കുമ്പോൾ ആ മൃഗത്തിന്റെ അവസ്ഥ, അതിന്റെ ഉള്ളിലെ ജീവന്റെ അവസ്ഥ ആര് കാണുന്നു? ആരറിയുന്നു? ഭരണാധികാരികൾ പോലും ഇത്രയും നേരമായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പോലും പറഞ്ഞുകൂടാ. കഴിഞ്ഞ 5-6 ദിവസങ്ങളായി ഈ ന്യൂസ് ഇന്റർനെറ്റിലും മൊബൈലുകളിലും അതുപോലെ തന്നെ TV മാധ്യമങ്ങളിലും നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും ഇതിനെപ്പറ്റി ഇതില്ല. ആ നാൽക്കാലിയെ അടിച്ചു കൊന്ന് അതിന്റെ രക്തം പോലും വളർന്നു പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അതിന്റെ തൊലിയെല്ലാം ഉരിഞ്ഞിട്ട് വിൽപ്പനശാലകളിലേക്ക് കോർത്തിടുന്ന രംഗം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ നിന്ന് മാറണം സഹോദരങ്ങളെ. 14-ാം നൂറ്റാണ്ടിലെ കാട്ടുറബിക്ക് പോലും അന്നത്തെ പ്രകൃതിയും സമൂഹത്തെയും പേടിയുണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാസമ്പന്നരായ സംസ്കാരമുള്ള നമുക്ക് പ്രകൃതിയെ പേടിയേയില്ല. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ള സമൂഹമേ, നിങ്ങൾ ഓടിവാ, നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കള്ളു കുടിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുക, പലിശ കൊടുക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുക, വ്യഭിചരിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയാണോ ജീവിതം? ഈ ജീവിതത്തിനാണോ നമ്മൾ മുൻകൈ എടുക്കേണ്ടത്? കള്ളത്തരവും കൊലപാതകങ്ങളും എന്തെല്ലാം അനാവശ്യ കാര്യങ്ങളുണ്ടോ അതിലേക്കെല്ലാം നമ്മുടെ ശ്രദ്ധ പോകുന്ന രീതിയിലാണ് ശരിക്കും നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നാം മാറണം, നമുക്ക് മാറണം. നാം മാറണമെന്ന് ചിന്തിച്ചാൽ ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മളിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് തീർച്ചയായിട്ടും മാറാൻ സാധിക്കുകയുള്ളൂ. ഒരു മുന്തിരിത്തോപ്പിലെ തന്റെ യജമാനൻ ഭൃത്യനുമായിട്ട് കടന്നു വന്നു. തന്റെ ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു തന്റെ സുഹൃത്തിന് മുന്തിരിക്കൊലകൾ പറിച്ചെണ്ണി കൊടുക്കാൻ. ഭൃത്യൻ തന്റെ യജമാനൻ പറയുന്നത് കേട്ടിട്ട് പോയി മുന്തിരിക്കൊലകൾ പറിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആതിഥ്യം വരുന്നതിന് വേണ്ടി കൊടുത്തു. 3 പ്രാവശ്യം കഴിച്ചതിന് ശേഷം തുപ്പിക്കളഞ്ഞപ്പോൾ യജമാനൻ ചോദിച്ചു, എന്താണ് എന്റെ ആതിഥ്യം വരുന്ന മുന്തിരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൊത്തം പുളിയാണ്, ഇത് കഴിക്കാൻ പറ്റില്ല. എന്റെ ജോലിക്കാരനായ ഭൃത്യനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, കഴിഞ്ഞ 16 വർഷക്കാലമായി നിങ്ങൾ എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നു, എത്രയോ കാലമായി നിങ്ങൾ ഈ മുന്തിരിയുടെ പഴുപ്പും പുളിപ്പും അറിയാവുന്ന ആളാണ്. എന്നിട്ട് ഞാൻ 16 വർഷത്തിന് ആദ്യമായി ഞാൻ ഈ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ അതിഥിക്ക് നിങ്ങൾ കൊടുത്തത് ഇത്തരത്തിലുള്ള മുന്തിരിങ്ങയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭൃത്യൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയുമോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എന്നെ മുന്തിരി പുളിച്ചതാണോ അതോ മധുരമുള്ളതാണോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇന്നേ വരെ 16 വർഷക്കാലം ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ടും ഒരു തവണ പോലും ഈ മുന്തിരി പുളിച്ചതാണോ മധുരമുള്ളതാണോ എന്ന് നോക്കിയിട്ടില്ല. ഒരു തവണ പോലും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് നിങ്ങൾ തോട്ടം നോക്കാൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ആ തോട്ടം വളരെ ഭംഗിയായി നോക്കുകയും ചെയ്തു.
ഇന്നാണെങ്കിൽ തോട്ടം നമ്മുടെ കയ്യിലിരിക്കും, യജമാനൻ അനാഥശാലയിലോ എവിടെയെങ്കിലും പോകേണ്ട ഒരു അവസ്ഥ വരും. പ്രിയമുള്ളവരെ, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതായാലും ഒരു ബഹുജന പക്ഷിയുടെ ചോരയ്ക്ക് പോലും വിലയുണ്ട് എന്ന് കൽപ്പിച്ച തത്വശാസ്ത്രങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം. നമ്മൾ ആരാണത് മനസ്സിലാക്കുക? ആർക്കും ഇതിനൊന്നും സമയമില്ലാതായിരിക്കുന്നു. നീട്ടിപ്പരത്തി പറയാൻ ഒരു സമയമില്ല. ആകെ വളരെ വൈകിയ വേളയിലാണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഥമ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രസ്തുത ഇത്തരം പരിപാടികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി സാക്ഷരതാ മിഷനുമായിട്ട് യോജിക്കുന്നത് 2ാം പ്രാവശ്യമാണ്. ഈ 2 തവണയും സാക്ഷരതാ മിഷൻ വളരെ അധികം നല്ല കാര്യങ്ങളോടുകൂടിയാണ് നമുക്ക് ഇവിടെ ഈ വേദി ഒരുക്കി തന്നിരിക്കുന്നത്. ഒപ്പം പഠിതാക്കളായ എല്ലാവർക്കും തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള ലെവലിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും, അതിന് യാതൊരു സംശയമില്ല എന്ന് ആശംസിച്ചുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സ്കൂൾ HM പ്രേമാനന്ദൻ സാറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ കഴിഞ്ഞ വർഷം പരിപാടി നടത്തുമ്പോഴും ഈ വർഷം പരിപാടി നടത്തുമ്പോഴും കാര്യങ്ങളെല്ലാം ചോദിക്കുകയും പറയുകയും ചെയ്തു. സാറാണെങ്കിൽ മാർച്ചോടുകൂടി റിട്ടയർഡ് ആകുകയാണ്. അതുകൊണ്ട് തന്നെ